എല്ലാവർക്കും നമസ്കാരം. കുടുംബജീവിതത്തിൻ്റെ ഭദ്രത എന്നുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നലെ എന്നെ ഒരു സഹോദരി വിളിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ എനിക്ക് പരിചയമുണ്ടായിരുന്ന ഒരു സഹോദരിയാണ്. ഒരുപാട് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 3-4 വർഷത്തിന് ശേഷമാണ് പുള്ളിക്കാരത്തി എന്നെ വിളിക്കുന്നത്. അന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും എൻ്റെ ഫോൺ നമ്പറൊക്കെ മേടിക്കുകയൊക്കെ ചെയ്തിരുന്നു പുള്ളിക്കാരത്തി. അന്ന് പുള്ളിക്കാരത്തി എനിക്ക് പുള്ളിക്കാരത്തിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞെങ്കിലും എന്നെ വിളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ വിളിച്ചപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, ഞാൻ ആകെ ടെൻഷനിലാണ് ഇരിക്കുന്നത്. എൻ്റെ അപ്പം എൻ്റെ ഏതോ ഒരു വീഡിയോ പുള്ളിക്കാരത്തി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോഴാണ് പെട്ടെന്ന് എന്നെ ഒന്ന് വിളിക്കണം തോന്നി വിളിച്ചതെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവർ ഭയങ്കര വിഷമത്തിലാണ്. അവരുടെ വിവാഹ ജീവിതം, കുടുംബജീവിതം തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുക. ഞങ്ങൾ ബന്ധം വേർപിരിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി മനസ്സുകൊണ്ട് ഞങ്ങൾ വല്ലാതെ അകന്നു കഴിഞ്ഞു. അതുകൊണ്ടൊരു കുഞ്ഞു പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. അവർ തന്നെ അതായത് ഈ പുള്ളിക്കാരത്തി തന്നെ ഡിസിഷൻ എടുത്തത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് എന്നുള്ളൊക്കെ ഒരു കാര്യം ഈ പുള്ളിക്കാരത്തി എന്നോട് സംസാരിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ ഒത്തിരി പുള്ളിക്കാരത്തിൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വലിയ കൂടുതൽ ഉപദേശത്തിന് പോയില്ല. പകരം എനിക്ക് തോന്നി ആ പുള്ളിക്കാരത്തിനെ ഒന്ന് നമ്മളൊന്ന് കേൾക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ പുള്ളിക്കാരത്തി അത് ദൈവം തന്ന ഒരു ഗൈഡൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾക്ക് നല്ല തീരുമാനങ്ങളൊക്കെ എപ്പോഴും ദൈവം തരുന്നതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരത്തി കുറേ നേരം സംസാരിച്ചു. ഇങ്ങനെ അവരുടെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം സംസാരിച്ചു കഴിഞ്ഞു. പിന്നെ അപ്പോൾ ഈ പുള്ളിക്കാരത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇവർ ഒരുപാട് പൈസയൊക്കെയുള്ള ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്നൊരു പുള്ളിക്കാരത്തിയാണ്. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയേക്ക് പുള്ളിക്കാരത്തിയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരത്തിൻ്റെ അമ്മയും അച്ഛനുമൊക്കെ വേർപിരിഞ്ഞ് അവർ വേറെ കല്യാണം കഴിച്ചു. ഇപ്പോൾ അമ്മയെ വേറെ കല്യാണം കഴിച്ച സ്റ്റെപ്പ് ഫാദറിൻ്റെ കൂട്ടത്തിലാണ് ഈ പുള്ളിക്കാരത്തി താമസിക്കുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരത്തിക്ക് വീട്ടിൽ ഹസ്ബൻഡ് വിദേശത്താണ്. അപ്പോൾ ഈ പുള്ളിക്കാരത്തിക്ക് സ്വന്തം വീട്ടിൽ നിൽക്കാനായിട്ട് അങ്ങ് പറ്റുന്നില്ല. പുള്ളിക്കാരത്തി എന്ന് പറയുമ്പോൾ ചിലർക്കത് ഇറിറ്റേറ്റഡ് ആകുമെന്ന് എനിക്കറിയാം. അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു സാധാ ഭാഷയാണ് കേട്ടോ. പുള്ളിക്കാരൻ എന്നൊക്കെ പറയുന്നത് അതങ്ങ് ശീലിച്ച് പോയതുകൊണ്ട് അത് തന്നെ വന്നു പോകും. മാറ്റി പറയാൻ എനിക്ക് വേറൊരു വാക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവരൊത്തിരി എന്നോട് ഇങ്ങനെ, അപ്പോൾ ഇവരുടെ അപ്പനും അമ്മയും ഒക്കെ അവിടെ കിടന്നിട്ട് ഈ പുള്ളിക്കാരത്തിന് ഒത്തിരി ടോർച്ചറിങ് എന്ന് വെച്ചാൽ അവർക്ക് അതായത് പുതിയ ഭർത്താവിൽ അവർക്ക് വേറൊരു കുട്ടി ഉണ്ടായിട്ട് അതിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നീയും കൂടി ഇവിടെ വന്ന് നിന്ന് എൻ്റെ മകൻ്റെ ജീവിതം കൂടെ തകർക്കും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം തകർക്കും എന്നൊക്കെ സ്വന്തം പെറ്റതള്ള ഈ പുള്ളിക്കാരത്തോട് പറയുന്നതിൻ്റെ വിഷമങ്ങളും ഒക്കെ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോകാനും പറ്റുന്നില്ല. അവർ തമ്മിൽ ഭയങ്കര വിഷയങ്ങളാണ്. ആ പുള്ളിക്കാരന് വേറൊരു അഫെയർ ഉണ്ടെന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നതൊക്കെ. അപ്പം വീട്ടിലാണെങ്കിൽ അമ്മ ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസൊക്കെ ഈ പുള്ളിക്കാരത്തി പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ചു, ഈ പുള്ളിക്കാരത്തി നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഈ പുള്ളിക്കാരത്തിക്ക് ഇവർക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സമാധാനം മാത്രം ഈ പുള്ളിക്കാരത്തിക്ക് ഇല്ല. അപ്പോൾ ഇവർക്ക് ആ സമാധാനം കിട്ടണമെങ്കിൽ ഇവരുടെ കുടുംബജീവിതം എന്താകണം? ഭദ്രതയുള്ളൊരു കുടുംബജീവിതം ഇവർക്കുണ്ടാകണമല്ലേ? വീട്ടുകാരെ അമ്മേനെ പറഞ്ഞിട്ടും കാര്യമില്ല. അവർ അവരുടെ രണ്ടാമത്തെ ഹസ്ബൻഡിൻ്റെ കൂട്ടത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഭർത്താവിനുണ്ടായ കുഞ്ഞുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമില്ലെങ്കിലും അദ്ദേഹം വിചാരിക്കും ഈ പെണ്ണിങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നു എന്നൊക്കെയുള്ളൊരു വിഷമമൊക്കെ അവർക്കുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഈ പുള്ളിക്കാരത്തെ എല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സഹോദരി, നമുക്ക് ഒരു കാര്യമേ ചെയ്യാനുള്ളൂ അല്ലേ? ഇത് ഞാൻ എല്ലാവരോടും പറയുന്നത്. ഇന്ന് നമ്മൾക്കറിയാം, ഇന്ന് പെന്തക്കോസ്തുകാരുടെ ജീവിതം എടുത്താലും ക്രിസ്ത്യാനികളുടെ ജീവിതം എടുത്താലും ഇതര ക്രിസ്ത്യാനികളുടെ ജീവിതം എടുത്താലും എല്ലാം എന്താണ്? കുടുംബജീവിതം ഇങ്ങനെ ഒരു തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നതല്ലേ? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ആദ്യത്തേത് മനസ്സിലാക്കേണ്ടത് ദൈവം സ്ഥാപിച്ചതാണ് ഈ കുടുംബത്തെ അല്ലേ? അപ്പോൾ ഈ കുടുംബത്തെ തകർക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഒന്നാമത്തെ പ്ലാൻ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ എന്തിനാണ് ഈ പിശാച് കുടുംബത്തെ തകർക്കുന്നത്? കുടുംബത്തെ തകർക്കുന്നതിൻ്റെ കാരണം നമ്മൾക്കറിയാം, കുടുംബത്തിൽ നമ്മൾ ഐക്യമത്യപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കുമല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? 2-ലധികം പേര് അല്ലേ, 1-ലധികം പേര് ദൈവത്തിൻ്റെ നാമത്തിൽ എവിടെ ഒന്നിച്ചു കൂടിയാലും അവിടെ ഞാൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അകറ്റിക്കളയുക. പിന്നെ എന്താണ്? നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളെങ്കിൽ എന്താണ്? നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്യും പ്രാർത്ഥിച്ച് മുന്നേറാൻ അല്ലേ? നമ്മൾക്ക് ഒത്തിരി വില കൊടുക്കണം. നമ്മൾ ഒത്തിരി വില കൊടുത്ത് വേണം മുന്നോട്ട് പോകാൻ. എന്നാൽ ഇവിടെ നമ്മൾക്ക് വേറൊരാളും കൂടെ നമ്മളുടെ കരം പിടിക്കാനുണ്ടെങ്കിലോ എന്താണ് അവിടെ വിഷയം വരുന്നത്? ഒരാളൊന്നൊരിച്ചിരി വിശ്വാസത്തിലൊന്നൊരിച്ചിരി താഴ്ന്നാലും മറ്റേയാൾ പ്രാർത്ഥിച്ച് അതിനെ കവർ ചെയ്ത് കയറി വരും. അത് വലിയ വിഷയങ്ങളുണ്ടാകാതെ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഈ പിശാച് എപ്പോഴും ഈ കുടുംബജീവിതങ്ങളെ തകർക്കുവാനാണ് ശ്രമിക്കുന്നത് അല്ലേ? കുടുംബജീവിതത്തിൽ വിഷയങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കും?
നമ്മളുടെ സമാധാനത്തെ പോകും. പിന്നെ തലമുറകൾ ഇല്ലാതെയാക്കുക. ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ അല്ലേ, ജനറേഷനെ തന്നെ ഇല്ലാതാക്കുവാൻ ഈ കുടുംബജീവിതം തകർത്ത് കഴിഞ്ഞാൽ ആർക്ക് പറ്റും? പിശാചിന് പറ്റും. പ്രത്യേകിച്ച് നമ്മൾക്കറിയാം പെന്തക്കോസ്തുകാരെയും ക്രിസ്ത്യാനികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊരു വേറൊരു സെക്കൻഡ് മാരേജിന് ഒട്ടും അവരെന്താണ്, ഹസ്ബൻഡ് മരിച്ചതാണെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ മരിച്ചതാണെങ്കിലും ഓക്കെ, അല്ലാതെ ഉള്ള ഡിവോഴ്സിനെ ഒന്നും അംഗീകരിക്കത്തുമില്ല. അവർക്ക് വേറൊരു വിവാഹം കഴിക്കാനുള്ളൊരു ഓപ്ഷൻസ് പോലും അടഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താണ്, അവരെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി അവരെ മാനസികമായിട്ട് അവരെ തകർത്ത് കളയുവാനും അവരുടെ ജീവിതത്തെ ഇല്ലാതാക്കാനും വരെ ആർക്ക് സാധിക്കും? പിശാചിന് സാധിക്കും. അതുകൊണ്ടാണ് പിശാച് എപ്പോഴും ഈ കുടുംബങ്ങളെ ഈ നോട്ടമിടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ എന്താണ് അതിനകത്തെ പോംവഴി? പോംവഴി എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് അല്ലേ. ഒത്തിരി പ്രശ്നങ്ങൾ പലതാണ്, ഒത്തിരി വിഷയങ്ങളാണ്. കാരണം രണ്ട് കുടുംബത്തിൽ നിന്ന് വന്നവരാണ്, അവർ തമ്മിൽ ഒരിക്കലും എന്താ പറയുക, ഒരുപോലെ ആയിരിക്കില്ല. ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ഒരുപോലെ ആയിരിക്കത്തില്ല. അപ്പോൾ എന്താണ്, വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും വരും. പിന്നെ വിഷയങ്ങളില്ലാത്ത കുടുംബമൊന്നും എവിടെയുമില്ല. എല്ലാം അവരുടെ ജീവിതം എടുത്താലും ഇച്ചിരിയൊക്കെ തട്ടലും മുട്ടലും ഇല്ലാത്തതൊന്നുമില്ല അല്ലേ. അത് നമ്മളെ എത്ര വലിയ രൂപക്കൂട്ടിൽ എടുത്തു വെക്കുന്ന എത്ര അതിവിശുദ്ധന്മാരാണെങ്കിലും അവർ പുറമെ എത്ര ചിരിച്ച് കളിച്ച് പെരുമാറിയാലും അവരുടെയൊക്കെ കുടുംബത്തിലും എന്തുണ്ട്, ഈ പൊട്ടലും ചീറ്റിലും ഉണ്ട്. അത് ഏത് ഉയർന്ന പാസ്റ്ററാണെങ്കിലും ഇനി കല്യാണം കഴിക്കുന്ന അച്ഛന്മാരുടെയൊക്കെ കുടുംബത്തിൽ എന്ന് വെച്ചാൽ ചില അച്ഛന്മാർ കല്യാണം കഴിക്കുമല്ലോ, അപ്പോൾ അവരുടെയൊക്കെ കുടുംബത്തിനകത്തോട്ട് നോക്കിയാലും ഈ പൊട്ടലും ചീറ്റിലും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഇനി സെലിബ്രിറ്റികളോ അവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും നല്ല ചിരിച്ച് കളിച്ച് എന്താ പറയുക പുറത്തോട്ട് ഇത് കാണിക്കുന്നു അല്ലേ. എന്നാൽ അവരുടെ ജീവിതത്തിലും വിഷയങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ എന്തോരം കപ്പിൾസ് ഇങ്ങനെ എന്തോരമാണ് അഭിനയിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഇതുങ്ങളെല്ലാം തമ്മിൽ അടിച്ചു പിരിഞ്ഞതായിട്ട് കാണാം. അവർ തന്നെ ആ വിഷയം പുറത്തോട്ട് വിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഓർക്കുക, ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നാമത്തെ പോയിന്റ്, കുടുംബജീവിതങ്ങളിൽ വിഷയങ്ങളില്ലാത്തവരില്ല. എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, ഇനി ഭാര്യയും ഭർത്താവും തമ്മിൽ വിഷയമില്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അത് ഒരു സത്യം തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാം ഒന്ന് തകർത്തൊരു സമാധാനപരമായൊരു അന്തരീക്ഷത്തിലോട്ട് നമ്മളുടെ കുടുംബങ്ങളെ കൊണ്ടുവരുവാൻ എന്താണ് മാർഗം? ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുക അല്ലേ. ദൈവമാണ് കുടുംബജീവിതത്തെ സ്ഥാപിച്ചതെങ്കിൽ ആ കുടുംബജീവിതത്തിൽ സമാധാനം തരേണ്ടതും ദൈവം തന്നെയാണ്. ദൈവം അത് തരിക തന്നെ ചെയ്യും. കാരണം കൂട്ടി യോജിപ്പിച്ചതിനെ വേർപെടുത്തരുതെന്ന് ദൈവത്തിൻ്റെ വചനം അല്ലേ. മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? അതാ പറഞ്ഞു വെച്ചിരിക്കുന്നത്, സൃഷ്ടിച്ചവൻ ആദ്യവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരിരുവരും ഏക ശരീരമായി തീരും. അതിനാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത്. അതിനകത്ത് 2 കാര്യങ്ങളുണ്ട് കേട്ടോ. അത് വേറൊരു സബ്ജക്റ്റായിട്ട് എടുക്കാം. ദൈവം യോജിപ്പിച്ചതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്താ പറയുക, നമ്മളൊരു അല്ലേ ബന്ധങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടേ നമ്മൾ സ്റ്റെപ്പുകൾ വയ്ക്കാറുള്ളൂ. കാരണം ദൈവഹിതമല്ലാത്തതിനകത്തോട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ദൈവഹിതമല്ലാത്ത ചില ബന്ധങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വന്നു പോയാലും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്യണം. പിന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം ദൈവം നമ്മളെ അതിൽ നിന്ന് പതുക്കെ കരകയറ്റി കൊണ്ടുവരും. എന്നാൽ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനുമുണ്ട്. എന്നാൽ ദൈവം യോജിപ്പിച്ച ബന്ധങ്ങളാണെങ്കിൽ എന്താണ്, അതിനകത്ത് അത്ര വിഷയങ്ങൾ വരത്തില്ല. നമ്മൾക്ക് ഞൊടി ഇടകൊണ്ട് പ്രാർത്ഥിച്ച് അതിനകത്ത് നമ്മൾക്ക് വിടുതൽ ഏറ്റെടുക്കുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം അല്ലേ. കർത്താവേ, എൻ്റെ കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥതയെ കെടുത്തുന്ന ഈ പൈശാചിക മണ്ഡലത്തെ എൻ്റെ ദൈവം ഒന്ന് തകർക്കണം. അത് വ്യക്തികളായിരിക്കും ചിലപ്പം ഇടയ്ക്ക് അല്ലേ. അപ്പോൾ ചിലർക്ക് വീട്ടിൽ പേരൻസിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ വിഷയങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴെന്താണ്, നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ തയ്യാറാകണം. അപ്പം ആ സഹോദരിയോട് ഞാൻ വലിയ കൂടുതൽ ഉപദേശങ്ങൾക്കൊന്നും പോയില്ല. പിന്നെ അത്ര ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ല, ഞാനും ഒരു സാധാരണക്കാരിയാണ്. അപ്പം നമ്മൾ കുറേ വാക്കുകൾ കൊണ്ട് കുറേ ഉപദേശം കൊടുത്തിട്ട് കാര്യമില്ല. എന്തായാലും ഒത്തിരി നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരത്തെ അവസാനം എന്നോട് പറഞ്ഞത്, എന്തായാലും നിന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഒരു സമാധാനം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം സമാധാനം കിട്ടിയെന്ന് പുള്ളിക്കാരത്തി പറയുവാൻ കാരണം, ഞാൻ നല്ലൊരു ലിസണറായിരുന്നു, ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ഞാൻ പുള്ളിക്കാരത്തിനെ അതിനകത്ത് ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. പുള്ളിക്കാരത്തിനെ ഞാൻ കേട്ടുകൊണ്ടിരുന്നു, അവരുടെ വിഷയങ്ങൾ ഞാൻ കേട്ടു. അപ്പം ഹൃദയം തുറന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിക്ക് എന്ത് കിട്ടി? ഒരു സമാധാനം കിട്ടി. അപ്പോൾ ചിലർക്ക് ഈ നമ്മുടെ കുടുംബത്തിനകത്തല്ലേ വിഷയങ്ങൾ വന്നു കഴിയുമ്പോൾ പോലും നമുക്കൊന്ന് ഷെയർ ചെയ്യുവാൻ ആരുമില്ല. എന്ന് വെച്ചാൽ ചിലർ ഒത്തിരി ഹയർ പൊസിഷനിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരോട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് അവരുടെ ജീവിതത്തിന് അല്ലേ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ കണ്ടു ഒരു സാറൊക്കെ അല്ലേ, ഒരു ഗായകനായ ഒരു സാറൊക്കെ പോയിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുവാനുള്ള കാരണം എന്താണ്? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഷെയർ ചെയ്യുവാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പോയി ആത്മഹത്യ ചെയ്തത്. അപ്പോൾ കുടുംബത്തിനകത്ത് പോലും നമ്മൾക്ക് ഷെയർ ചെയ്യുവാൻ ചിലപ്പോൾ ആരും ഉണ്ടായി എന്ന് വരില്ല. എന്നാൽ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക. എന്നിട്ട് നമ്മളുടെ വിഷയങ്ങൾ മുഴുവൻ നമ്മുടെ അപ്പനോട് സംസാരിക്കുന്നത് പോലെ
നമ്മളന്ന് ആരോട് സംസാരിക്കുക? നമ്മൾ ദൈവത്തോട് സംസാരിക്കുക. ഇനി അപ്പനായിട്ട് കാണാൻ പറ്റുന്നില്ലേ? നല്ലൊരു സഹോദരനായിട്ട് കാണാം. എങ്ങനെയാണെങ്കിലും നമുക്ക് ഏത് വിധത്തിൽ ദൈവത്തെ കാണുമ്പോഴാണോ നമുക്ക് കംഫർട്ടായിട്ട് കിട്ടുന്ന ആ ഒരു വിധത്തിൽ നമ്മൾ ദൈവത്തെ കണ്ട് നമ്മളങ്ങ് ഹൃദയം തുറക്കുക. എന്ന് വെച്ചാൽ ഒത്തിരി അതും ഇതും പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവവുമായിട്ടുള്ള സംഭാഷണമാണല്ലേ. അപ്പോൾ ദൈവത്തോടങ്ങ് നമ്മുടെ മനസ്സ് തുറക്കുക. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്തോട് മനസ്സ് തുറന്നു കഴിയുമ്പോൾ തന്നെ എന്താണ്? നമ്മൾക്ക് പകുതി ആശ്വാസം കിട്ടും അവിടെ. പിന്നെ നമ്മൾ അടുത്തത് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുക. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. ഇതല്ല ഒരുപാട് വചനമുണ്ടല്ലേ. മുപ്പലിച്ചവരുടെ അറ്റ് പോകുകയില്ലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ വേറെ ഒരുപാടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത് മത്തായിയുടെ സുവിശേഷം ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തങ്ങ് പറയും, ഒരു വചനം അങ്ങ് എടുത്ത് പറയുന്നതേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിനകത്താണ് എന്താണ് സൃഷ്ടിച്ചവൻ ആദിയിൽ വരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആ വചനം അങ്ങ് പറയുക. എന്നിട്ട് അത് പറഞ്ഞിട്ട് പറയണം, കർത്താവ് ഇത് അങ്ങയുടെ വചനമാണ്, അങ്ങനെയെങ്കിൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവെ അങ്ങ് യോജിപ്പിച്ചതാണ് ഞങ്ങളെ. കർത്താവെ ഒരു പൈശാചിക മണ്ഡലങ്ങളോ ഒരു വ്യക്തികളോ ഞങ്ങളെ വേർപിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കരുത്. അതിൻ്റെ പിന്നിൽ ആരാണോ കളിക്കുന്നത്, ദൈവമേ അതിനെ എൻ്റെ ദൈവം തകർത്തു മാറ്റി ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സ്വസ്ഥത സമാധാനം എൻ്റെ ദൈവം തരുമാറാകണമേ. കുടുംബജീവിതത്തിൻ്റെ ഭദ്രത എൻ്റെ ദൈവം ഒന്ന് ഉറപ്പാക്കി തരണമേ എന്ന് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മളെന്താണ്, ഈ വിഷയങ്ങളുള്ളവരാണെങ്കിലും വിഷയങ്ങളില്ലാത്തവരാണെങ്കിലും, കാരണം എപ്പോഴാണ് വിഷയങ്ങളുമായിട്ട് പിശാച് കടന്നു വരുന്നതെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടല്ലേ. ഇവനെന്താണ് ആരെ വിഴുങ്ങണമെന്ന് വിചാരിച്ച് അലറുന്ന സിംഹം പോലെ ചുറ്റി നടക്കുകയാണ്. അപ്പോൾ സമാധാന അന്തരീക്ഷത്തിൽ പോകുന്ന കുടുംബത്തിനെ നോട്ടമിട്ടായിരിക്കും ഇവൻ കളിക്കുന്നത്. ചിലപ്പോൾ ഭാര്യ ഭർത്താവും തമ്മിലുള്ള വിഷയമായിരിക്കില്ല, ചിലപ്പോൾ എന്തായിരിക്കും, രോഗമായിരിക്കും കൊണ്ടയിടുന്നത്. ഒരു രോഗം കൊണ്ടയിട്ടാൽ പോരെ സമാധാനം പോകാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അത് കൊണ്ടയിട്ടാൽ പോരെ സമാധാനം പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ജോലി വരുമാന മാർഗം നഷ്ടപ്പെട്ടു പോവുക. ഇതൊക്കെ നമ്മുടെ സമാധാനത്തെ കെടുത്തുന്ന വിഷയങ്ങളാണല്ലേ. അപ്പോൾ നമ്മൾ ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ ഉപവസിക്കുക. ഉപവസിക്കണം? നമ്മളുടെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി. ഞാൻ പണ്ട് ഇതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഉപവസിക്കണം. ഒരു ദിവസം എന്താണ്, നമ്മൾ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി നമ്മൾ നിർബന്ധമായും ഉപവസിക്കണം. കാരണം ഇന്ന് വിഷയങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ചുമ്മാ ഇരിക്കരുത്. നാളെ വിഷയം കടന്നു വരരുത്. അതിനുവേണ്ടി നമ്മൾ ഇന്നേ ഇരുന്നോണം ദൈവസന്നിധിയിൽ. അപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഒന്നും അല്ലെങ്കിൽ 2 ദിവസം ഫാസ്റ്റിംഗ് ഇരുന്നു എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ചത്തുപോകത്തൊന്നുമില്ല. കാരണം ഫാസ്റ്റിംഗ് ഇരുന്നിട്ട് ദൈവം രോഗിയാക്കത്തില്ല കേട്ടോ. കാരണം ഇത് ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്തൊക്കെ ഇങ്ങനെ ഞാൻ ഒരുപാട് ഇപ്പോഴും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഫാസ്റ്റിംഗ് എടുക്കും കേട്ടോ. അപ്പോൾ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ആദ്യം ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഞാനൊരു ദേവദാസൻ്റെ കാര്യം കിട്ടും. അപ്പോൾ ആ ദേവദാസൻ ഇങ്ങനെ ഒന്നിടവിട്ട മാസങ്ങളിൽ ഇങ്ങനെ 21 ഇങ്ങനെ ഫാസ്റ്റിംഗ് ഇരിക്കുന്ന ദേവദാസനായിരുന്നു. അപ്പോൾ ഈ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഞാനും ഈ 40, 21 ഞാനും ഒത്തിരി ഫാസ്റ്റിംഗ് ഇരിക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ ഫാസ്റ്റിങ്ങിന് മുടക്കമൊന്നുമില്ല. ഫാസ്റ്റിംഗ് ദൈവം എന്നെ ഇരുത്താറുണ്ട്, ഞാൻ ഇരിക്കാറുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ പാസ്റ്ററിന് ഇതുപോലെ, എന്നിട്ട് അവസാനം അദ്ദേഹത്തിന് ഒരു രോഗമൊക്കെ വന്നു, അദ്ദേഹം മരിച്ചേ. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ പൊന്നുതമ്പുരാനെ ഫാസ്റ്റിംഗ് എടുത്ത് ഇനി അവസാനം രോഗിയായി കിടക്കുമോ, ഞാൻ രോഗിയായി പോകുമോ എന്നൊക്കെ ഞാനിങ്ങനെ ദൈവത്തോട് അന്ന് ചോദിച്ചു. അന്ന് ദൈവം എന്നോട് പറഞ്ഞ ഒരു വാഗ്ദത്തമാണ് കേട്ടോ. ഒറ്റ ദിവസം പോലും തന്നെ ഞാൻ രോഗിയാക്കി കിടത്തത്തില്ലെന്ന് എൻ്റെ ദൈവം എന്നോട് അന്ന് പറഞ്ഞ വാഗ്ദത്തം. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഒരു പ്രവാചകയിലൂടെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ വാഗ്ദത്തം. അത് അങ്ങനെ തന്നെ ഇന്ന് വരെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റി തന്നു. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ നിറവേറ്റി തരും. എനിക്ക് ഒരു രോഗവും വരാതെ, അല്ലെങ്കിൽ എൻ്റെ രക്തബന്ധങ്ങൾക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്കൊന്നും ഒരു രോഗവും വരാതെ എൻ്റെ ദൈവം സൂക്ഷിക്കും. ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളും ദൈവത്തോട് ഇങ്ങനെ, ഞാൻ പറഞ്ഞല്ലേ വാക്കുകളുടെ പവർ, ഞാൻ പറഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടതാണ്, ദൈവമേ എൻ്റെ കുടുംബജീവിതം തകർന്നു പോകത്തില്ല, എൻ്റെ തലമുറ തകർന്നു പോകത്തില്ല. ഞങ്ങളുടെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്, ഞങ്ങളുടേത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇതൊക്കെ നമ്മളങ്ങ് പറഞ്ഞോണം. എന്നിട്ട് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു കൊടുത്തത്, എന്നെ ഇന്നലെ വിളിച്ച എൻ്റെ കൂട്ടുകാരത്തി ഉണ്ടല്ലോ, അപ്പോൾ പുള്ളിക്കാരത്തിയോട് ഞാൻ പറഞ്ഞു കൊടുത്തത്, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇതിനകത്തെ എല്ലാം ഓരോ അധ്യായം വെച്ചിട്ട്, എന്നുവെച്ചാൽ മത്തായി തൊട്ടങ്ങ് തുടങ്ങിക്കും. മത്തായിയുടെ 1-ാം അധ്യായം ഒരധ്യായം ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം ഒരു ദിവസം വായിക്കുക. എന്നിട്ട് അത് നമ്മൾ യോഹന്നാൻ കംപ്ലീറ്റ് ആകുന്നിടം വരെ അതങ്ങ് കണ്ടിന്യൂ ചെയ്യുക. ആഴ്ചയിൽ ഒരു ദിവസം ഫാസ്റ്റിംഗ് നിർബന്ധമാക്കണം. ഏത് കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി. ഇത്രയും ചെയ്തു, വിടുതൽ ദൈവം തന്നിരിക്കുമെന്ന് ഞാൻ ആ സഹോദരിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ പറയുവാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരത്തിയുടെ സൈഡ് മാത്രമേ എന്നോട് സംസാരിച്ചുള്ളൂ, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിച്ചാലേ
പുള്ളിക്ക് വേറൊരു വേർഷൻ പറയാനുണ്ടാകും അല്ലേ. ഈ പുള്ളിക്കാരത്തിക്ക് പുള്ളിക്കാരത്തിൻ്റെ വേർഷൻ പറയാനുണ്ടാകും, ആ പുള്ളിക്കാരന് പുള്ളിക്കാരൻ്റെ വേർഷൻ പറയാനുണ്ടാകും. അപ്പോൾ എന്താണ്, നമ്മൾക്ക് അറിഞ്ഞുകൂടാ ഇനി നമ്മളുടെ മിസ്റ്റേക്കാണോ അതോ ഇനി പുള്ളിയുടെ മിസ്റ്റേക്കാണോ എന്ന് ചിലപ്പോൾ നമ്മൾക്ക് പോലും മനസ്സിലാകത്തുണ്ടാകില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ നമ്മളെ ന്യായീകരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ വരും. അപ്പോൾ ഇത് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഇത് എന്താ സംഭവിക്കുന്നതെന്നറിയാവോ, ഇത് നമ്മുടെ പൈശാചിക മണ്ഡലങ്ങൾ തകർന്നു പോകും. രണ്ടാമത്തത്, നമ്മളെ കറക്റ്റ് ചെയ്യുവാനായിട്ട് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളിൽ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇത് നമ്മൾ ഓരോ അധ്യായം എന്താ പറയുക, ഒരു ദിവസം ഒരു അധ്യായം നമ്മൾ ചുമ്മാ വായിച്ച് വിട്ടിട്ട് കാര്യമില്ല. നമ്മൾ ഒരു ദിവസം ഒരു അധ്യായം വായിക്കുന്നുണ്ടെങ്കിൽ അത് മിനിമം ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 5 പ്രാവശ്യമെങ്കിലും നമ്മളൊരു അധ്യായം വായിക്കുക. എന്നാലേ നമ്മൾക്കതിൻ്റെ പൊരുൾ ശരിക്കും മനസ്സിലാകത്തുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചു കഴിഞ്ഞവരായിരിക്കും, എന്നാലും എന്താണ് അല്ലേ, നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാവശ്യം വായിക്കുമ്പോഴായിരിക്കും അതിനകത്തെ മറഞ്ഞു കിടക്കുന്ന ചില വെളിപാടുകൾ ദൈവം നമ്മൾക്ക് തരുന്നതല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് എന്നല്ലേ. നമ്മൾ എന്തോരം ദേവദാസന്മാരുടെ പ്രസംഗം കേൾക്കുന്നു, നമ്മൾ വായിച്ചതും ഈ ഒരു ദേവദാസം പറയുന്നതായിരിക്കില്ല വേറൊരു ദേവദാസം പറയുന്നതല്ലേ. അവരിങ്ങനെ മാറി അതിൻ്റെ വെളിപാടുകളെ പറയും. എന്ന് വെച്ചാൽ ഒരു വാക്യത്തിനകത്ത് പോലും എന്തുണ്ടാകും, ഒരുപാട് വെളിപാടുകൾ ദൈവത്തിന് തരാനുണ്ടാകും. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുക. പിന്നെ ആഴ്ചയിലൊന്ന് ഉപവസിക്കുക. ഇത് നമ്മൾ നിശ്ചയമായിട്ട് നമ്മൾ ചെയ്യുക. ഞാൻ ഇതിപ്പം പറഞ്ഞത് കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് എന്തെങ്കിലും വിഷയങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നവർ, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നവർ, ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്നവർ, അല്ലെങ്കിൽ മക്കളുടെ ഡിവോഴ്സൊക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു വിഷയങ്ങളൊക്കെ നേരിടുന്നവരൊക്കെ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്യുക. ഇനി ഇങ്ങനെ എല്ലാത്തവരും ഒന്നും കടന്നു വരാതിരിക്കാൻ, പിശാച് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ നമ്മൾ മുൻകൂറായിട്ട് നമ്മൾ തന്നെ എന്താണ് ഈ വചനത്തിൻ്റെ കോട്ട അങ്ങ് കെട്ടിക്കൊള്ളുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, കുടുംബജീവിതത്തിൽ വലിയ സമാധാനങ്ങളും സന്തോഷങ്ങളും ഒക്കെ ദൈവം നമ്മളുടെ ജീവിതത്തിൽ തരുവാനായിട്ട് ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പിന്നെ അടുത്തത് വേറെ ഒന്നുണ്ട്. ചിലർ ഈ കുടുംബ വീട്ടിലായിരിക്കും താമസിക്കുന്നത്, അവിടെ ഭയങ്കര സ്വസ്ഥതക്കേടും സമാധാനക്കേടുമായിരിക്കും. അപ്പോൾ നമ്മൾക്ക് അവിടുന്ന് സാഹചര്യം ഉണ്ടെങ്കിൽ പതുക്കെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് എന്താ പറയുക, ഹസ്ബൻഡും മക്കളും ഒക്കെ കൂടെ കൂട്ടി നമ്മളങ്ങ് മാറുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അങ്ങോട്ട് നിന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയുമോ, ഈ വിഷയം സോൾവ് ആകും. എന്ന് വെച്ചാൽ നമ്മൾ കൂടത്ത് നിൽക്കുമ്പോഴേ ഇവർക്ക് വിഷയം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ മാറിക്കഴിയുമ്പോൾ ഇവർക്ക് വിഷയമില്ല. പിന്നെ എന്താണ്, നമ്മൾക്ക് പറ്റുന്നത് പോലെയൊക്കെ നമ്മൾ അങ്ങോട്ട് തിരിച്ചു ചെല്ലുക. അപ്പോൾ ആദ്യമൊക്കെ ഒരു മാസത്തിലൊക്കെ പോയാൽ മതി. പിന്നെ നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ അങ്ങോട്ട് അവരെ അടുത്ത് ചെല്ലുക. അവർക്ക് വേണ്ടുന്ന നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്ത് നമ്മളുടെ ജീവിതം തകർന്നു പോകാതെ നമ്മൾ ബുദ്ധിപൂർവ്വം നീങ്ങേണ്ടതും വളരെ അത്യാവശ്യമാണ്. വെറും പ്രാർത്ഥന മാത്രമല്ല, എന്താണ് ദൈവം നമ്മൾക്ക് ബുദ്ധി തന്നിട്ടുണ്ടല്ലേ, ആ ബുദ്ധി നമ്മൾ പ്രയോഗിക്കേണ്ടതും വളരെ ആവശ്യമാണ്. എനിക്കറിയാം, ഇപ്പോൾ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു സഹോദരി എൻ്റെ അടുത്ത് കുറേ നാളുകൾക്ക് മുൻപ് സംസാരിച്ചത്, അവരുടെ സാക്ഷ്യം പറഞ്ഞതാണ്. അപ്പോൾ അവരൊരു പെന്തക്കോസ്ത ഫാമിലിയിലോട്ട് തന്നെ കല്യാണം കഴിച്ച് പോയത്. അവരുടെ ഹസ്ബൻഡ് ഒരു എന്താ പറയുക, വർഷിപ്പിനകത്തൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, ഇവർ ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഒരു പെന്തക്കോസ്ത ഫാമിലിയിലോട്ടാണ് കല്യാണം കഴിച്ച് പോയത്. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മദർ ഇൻ ലോയൊക്കെ ഭയങ്കര പ്രോബ്ലമാണ്, ഭയങ്കര വിഷയങ്ങളാണ്. അപ്പോൾ വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരനാണെങ്കിൽ വിദേശത്തോട്ടും പോയി. അപ്പോൾ ഈ പുള്ളിക്കാരത്തെയും രണ്ട് പെൺകുഞ്ഞുങ്ങളുമായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, എനിക്ക് മാനസിക ടെൻഷൻ, കാരണം ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ഒരു ദിവസം ഒരുങ്ങിയിരുന്നപ്പോഴാണ് ദൈവം വേറൊരു വ്യക്തി അവരുടെ കുടുംബത്തെ സഹായത്തിന് വേണ്ടിയിട്ട് അയച്ചു എന്നൊക്കെ ഈ പുള്ളിക്കാരത്തി പറഞ്ഞു. എന്നാൽ അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയാമോ, ഇവർ ഹസ്ബൻഡ് വിദേശത്തുനിന്ന് വന്നു, ഇവർ ആ വീട്ടിൽ നിന്ന് അങ്ങ് മാറി താമസിച്ചു. അമ്മായിമ്മയ്ക്ക് ആരോഗ്യമുള്ളതാണ്, അവർക്ക് ആരോഗ്യമുള്ള ഒരു സ്ത്രീയാണ്, അവർക്ക് പെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, എന്താണ്ട് ടീച്ചറോ അങ്ങനെ എന്താണ്ടായിരുന്നു. അപ്പോൾ ഇവർ ആ വീട്ടിൽ നിന്ന് മാറി താമസിച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ, ഇവർ ഭയങ്കരമായിട്ട് ആത്മീയമായിട്ട് അവർക്ക് വിടുതലുകളുണ്ടായി. മദർ ഇൻ ലോ ആയിട്ടുള്ള വിഷയങ്ങൾ സോൾവ് ആയി. എന്ന് വെച്ചാൽ ഇവർ കൂട്ടത്തിൽ നിന്നപ്പോഴായിരുന്നു വിഷയം, കൂട്ടത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മായിമ്മയ്ക്ക് വിഷയമില്ല, ഇവർക്കും വിഷയമില്ല. ഇവർ എന്നിട്ട് അവരോട് മാപ്പൊക്കെ പറഞ്ഞു കേട്ടോ, മാപ്പൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നത്. എന്നിട്ട് അതെല്ലാം പറഞ്ഞ് ഇവരെന്ത് ചെയ്തു എന്നറിയാമോ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ 2 പേരുടെ മിനിസ്ട്രിയുടെ ലെവൽ അങ്ങോട്ട് ഉയർന്നു. അതുകൂടാതെ മദർ ഇൻ ലോ ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ സോൾവ് ആയി. മാറി തന്നെയാണ് താമസിക്കുന്നത്, ഒന്നിച്ചല്ല താമസിക്കുന്നത്. പക്ഷേ ഇവർ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും വരും, ഇടയ്ക്ക് അങ്ങോട്ട് കാണാൻ പോകും, അവിടെ നിന്ന് ഇങ്ങോട്ട് കാണാൻ വരും. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് സന്തോഷകരമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, നമ്മൾക്ക് സമാധാനം തരാത്ത കുടുംബത്തിൽ നമ്മൾ കടിച്ചു തൂങ്ങി കിടക്കരുത്. ചിലരങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്, ചിലരങ്ങനെ പഠിപ്പിക്കും. അവരെയും കൂടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ഇരുന്നെങ്കിൽ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയും. നമുക്ക് ഇതൊന്നും പ്രായോഗികമല്ല. കാരണം എന്താണെന്നറിയാമോ, നിരന്തരമായിട്ട് കലഹമുള്ള ഒരു വീട്ടിൽ നമ്മൾ അവിടെ നിന്ന് എത്ര പ്രാർത്ഥിച്ചാലും നമ്മുടെ ആത്മീയ ലെവലിൽ താഴോട്ട് പോകുക എന്നല്ലാതെ ഒന്നും അവിടെ സംഭവിക്കത്തില്ല. കാരണം ഇത് അവിടുത്തെ വിഷയങ്ങൾ കേട്ട് നമ്മുടെ മനസ്സെന്താകും, നമ്മുടെ മനസ്സ് കലങ്ങിക്കൊണ്ടിരിക്കും.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പതുക്കെ അവിടുന്ന് അങ്ങോട്ട് മാറുക. അവർക്ക് ആരോഗ്യം ആയുസ്സും ഒക്കെ ആരോഗ്യമുള്ളവർ ഈ വഴക്കുണ്ടാക്കാൻ വരുവുള്ളല്ലോ. അല്ലാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കരുത്. കാരണം ഒരാളെയും കൊണ്ട് വേണം മറ്റൊരാൾക്ക് ജീവിക്കാൻ. അപ്പോൾ അല്ലാത്തവർക്ക് വിഷയമില്ല. ആരോഗ്യമുള്ളവരെ വഴക്കുണ്ടാക്കാൻ വരത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പതുക്കെ അവിടെ നിന്ന് മൂവ് ആകുക. മൂവ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്താണ്? അവരോട് നമ്മൾ കോംപ്രമൈസ് ആകണം. കോംപ്രമൈസ് ആയിട്ട് നമ്മൾ അവരെ പോയി കാണണം. വല്ലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ നമ്മൾ അവരെ പോയി കാണണം. കാരണം പേരൻസ് ആണ്, പോയി കാണണം. അവർക്ക് നമ്മൾ വേണ്ടുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മുടെ ആത്മീയ ജീവിതം തകർന്നു പോകരുത്. ആത്മീയ ജീവിതം തകർന്നു പോയിട്ട് നമ്മുടെ കുടുംബത്തിൽ ഈ എന്താ പറയുക, ഈ ചില പാസ്റ്റർമാരും ചില അച്ഛന്മാരും ഒക്കെ പറയും നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനൊക്കെ ഒരു പരിധിയുണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്. കാരണം ഈ സഹോദരിയുടെ കഥയൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ്, ഇങ്ങനെയുള്ള ചില ബുദ്ധിയോടെ തീരുമാനം എടുക്കേണ്ടതൊക്കെ നമ്മൾ തീരുമാനം എടുക്കണം. ബാക്കി നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് എന്താണ്, ദൈവം ആ കുടുംബജീവിതത്തെ ദൈവം വിളക്കി യോജിപ്പിക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും കേട്ടോ. ഒരുപാട് കുടുംബങ്ങൾ പ്രാർത്ഥന കൊണ്ട് റീജോയിൻ ചെയ്ത് എത്ര കുടുംബങ്ങളുണ്ടെന്നറിയുമോ? തകർത്ത് കളയാൻ എളുപ്പമാണ്, പക്ഷേ നമുക്കത് പൊട്ടിച്ചെറിയാൻ എളുപ്പമാണ്. പക്ഷേ കൂട്ടി യോജിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ മുൻകൈ എടുക്കണം. പുറത്തൊന്നും ഒരാൾ വരത്തില്ല. വേറെ ഒരാൾ വന്ന ഉപദേശങ്ങൾ കൊണ്ടൊന്നും നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത ഉറപ്പാകത്തില്ല. എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം, വില കൊടുക്കണം. എന്നാലേ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത ഉറപ്പാകത്തുള്ളൂ. അത് നമ്മുടെ തലമുറകളുടെ ആണെങ്കിൽ പോലും ആരുടെ ആണെങ്കിൽ പോലും നമ്മളിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുക, ദൈവം നിശ്ചയമായിട്ടും അനുഗ്രഹിക്കുമെന്ന്. അതുമാത്രമല്ല വചനം നമ്മളിങ്ങനെ പണ്ടൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വചനം വാഗൊണ്ട് പറഞ്ഞ് നമ്മളുടെ റൂമുകളിലൊക്കെ എന്ത് ചെയ്യണം? ആ വചനം ഇങ്ങനെ പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ അയൽവക്കക്കാർക്ക് ബുദ്ധിമുട്ടാകാതെ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പ്രതിധ്വനിക്കണം ആ വചനം വാഗൊണ്ട് പറയണം. ചിലരുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ മാത്രമേ ഇരിക്കത്തുള്ളൂ. അങ്ങനെയല്ല, വചനം പുറത്തോട്ട് വരണം. പറ്റുന്നത് പോലെ ഒച്ചത്തിൽ, എന്നുവെച്ചാൽ മറ്റുള്ളവർക്ക് ശല്യമാകാത്ത വിധത്തിൽ നമ്മുടെ വായിൽ നിന്ന് വചനം പുറത്തോട്ട് വരണം. ഈ വചനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നിടത്തുണ്ടല്ലോ ഈ പിശാചിന് അധികം നാളെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വചനം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മളുടെ കുടുംബങ്ങളിലേക്ക് തിരിയണം. കുടുംബജീവിതത്തിൻ്റെ ഭദ്രത ഉറപ്പാക്കുവാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.